വീടും ബസ്സും ഒക്കെ മേടിച്ച് ഞാൻ ഗൾഫിൽ കഷ്ടപ്പെട്ട പൈസയായത്. ആദ്യം തൊട്ട് കഷ്ടപ്പെട്ട പൈസയായത് വീട്. ഇതൊരു നിലമായിരുന്നു. ഇത് പറയുന്ന ജോലിക്ക് പോകണം, ഞാൻ തിരിച്ച് ഗൾഫിൽ പോകണം, ചെലവിന് കൊടുക്കണം. ചെലവിന് കൊടുക്കാൻ എനിക്ക് സുഖമില്ലാവുന്ന ഗൾഫിൽ നിന്ന്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാസർക്കയുടെ വീട്ടിൽ. നാസർക്കയുടെ അവസ്ഥ ആണല്ലേ, കഴിഞ്ഞ 10-33 വർഷം ഒരു വീടിന് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി, ഇവരുടെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം മുഴുവൻ ഗൾഫിലെ പ്രവാസ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു ആയുസ് കാലം മുഴുവൻ ജോലി ചെയ്ത് സുഖമില്ലാതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനി അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പറഞ്ഞു അയച്ചു. കൊടുക്കേണ്ട അവകാശങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് അയച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ, ഒരു പ്രവാസി ആയതുകൊണ്ട് ഇത്ര കാലം അദ്ദേഹത്തിനെ കറന്ന് ജീവിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ, ആ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ, ഒരു സ്ത്രീ എന്ന് പോലും അവരെ വിളിക്കാൻ കൊള്ളില്ല. അവർ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ വെളിയിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഇനിയും അവർക്ക് വേണ്ടി ചെലവിന് കൊടുക്കാൻ വേണ്ടി ഇനിയും ഗൾഫിൽ പോയി കഷ്ടപ്പെടണം. ഈ വയ്യാത്ത മനുഷ്യൻ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും പീഡനത്തിന് തെളിഞ്ഞിരിക്കുന്ന ചർച്ചകൾക്ക് വേണ്ടി വാദിക്കാനും പറയാനും ഇവിടെ മെൻസ് അസോസിയേഷനുണ്ട്, മെൻസ് കമ്മീഷനുണ്ട്. ഇതുപോലെ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴാണ്, ഇതുപോലെ പാവങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴാണ് നിങ്ങളൊക്കെ ആണുങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ പ്രയാസിയാന്ന് എന്നെ വെളിയിലാക്കിയിട്ടേക്കുക. അവിടെ കണ്ടില്ല, അപ്പുറപ്പം പൂട്ടി താക്കോലായിട്ട് പോയിരിക്കുക. പലവട്ടം എന്നെ വെളി ചാടിച്ച് ഇവിടെ കെടുത്തേക്ക് തീറ്റിയും കൂടിയൊക്കെ. ഇന്നലെ പൂട്ടിയിട്ട് പോയത്, ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഒന്ന് പട്ടിയും പൂച്ചയും കയറി ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. പേടിച്ചാണ് ഇവിടെ കിടക്കുന്നത്. ലൈറ്റൊന്നുമില്ല, ലൈറ്റ് എല്ലാം ക്ലോസ് ആക്കിയിട്ടിട്ട് പോയേക്കുക. ആഹാരമൊക്കെ ചിലപ്പോൾ കടയിൽ ചിലപ്പോൾ നാട്ടുകാർ വരും, അങ്ങനെ വിളിച്ച് തരുക. അല്ല, ആഹാരമൊന്നുമില്ല, ആഹാരമൊന്നും കഴിക്കാൻ തരത്തില്ല. അതുകൊണ്ട് ഞാൻ 33 വർഷമായി ഗൾഫിൽ പോയിട്ട്. 33 വർഷം ഗൾഫിൽ പോയി. ഇവിടെ കല്യാണം കഴിച്ചത് 30 വർഷമായി. 30 വർഷം കൊണ്ട് ഒരു രൂപ നടക്കാതെ മാസം പൈസ അയച്ചു കൊടുക്കുക അക്കൗണ്ടിൽ. ബാങ്കാണ് പൈസ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചില ആൾക്കാർ ഈ പൈസ എല്ലാം കൂടെ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് ഒരു അക്കൗണ്ടിലോട്ട്. അക്കൗണ്ട് ആൾക്ക് നമ്മളെ കൊണ്ട് ആരെങ്കിലും മിത്രങ്ങൾക്ക് 5 പൈസ കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാ പൈസ അവിടെ അക്കൗണ്ടിൽ വരുന്നത്. 30 കൊല്ലം കൊണ്ടും അവിടെ അക്കൗണ്ടിലെ പൈസ ബാങ്ക് അയക്കുക. അവിടുത്തെ ബാങ്കും ഇവിടുത്തെ ബാങ്കായിട്ട് അറിഞ്ഞാണ് പൈസ വരുന്നത്. ഇപ്പം പറയും ഞാനൊന്നും കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, മോളെ കെട്ടിച്ചിട്ടില്ല, മോളെ കെട്ടിച്ചത് അവളാണെന്നും എന്നൊക്കെയാണ്, സ്വർണം കൊടുത്തത് അവളാണെന്നൊക്കെ പറയുന്നത്. നാട്ടുകാരെല്ലാം കൂടെയാണ്, അവിടെ ആങ്ങളമാരെല്ലാം കൂടെയാണ് മോളെ കെട്ടിച്ചതെന്നാണ് പറയുന്നത്. വീടും ബസ്സും ഒക്കെ മേടിച്ച് ഞാൻ ഗൾഫിൽ കഷ്ടപ്പെട്ട പൈസയായത്. ആദ്യം തൊട്ട് കഷ്ടപ്പെട്ട പൈസയായത് വീട്. ഇതൊരു നിലമായിരുന്നു. നിലം മേടിച്ച് അത് നികത്തി ട്രേഡ് ആക്കിയത്. ട്രേഡ് ആക്കിയതിന് ശേഷമാണ് വീട് വെച്ചത്. ഇതെല്ലാം എൻ്റെ പേരില്ല, അവിടെ പേർക്കൊന്നുമില്ല. മക്കളെന്ന് പറഞ്ഞ ഒരു മോളുണ്ട്. മോള് ഗൾഫിൽ പോയി. കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി. ഇപ്പം പറയുന്ന ജോലിക്ക് പോകണം, ഞാൻ തിരിച്ച് ഗൾഫിൽ പോകണം, ചെലവിന് കൊടുക്കണം. ചെലവിന് കൊടുക്കാൻ എനിക്ക് സുഖമില്ലാവുന്ന ഗൾഫിൽ നിന്ന്. ഹാർട്ടിൻ്റെ പ്രശ്നമായിട്ട്, ഹാർട്ട് 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി ഒരു ഓപ്പറേഷനുണ്ട്. ഈ അസുഖമായിട്ട് വീണ്ടും ഗൾഫിൽ പോകാനാണ് പറയുന്നത്. ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കി അവർക്ക് ചെലവ് കൊടുക്കാനാണ് പറഞ്ഞത്. അന്നെങ്കിൽ വീട്ടിനകത്തോട്ട് കയറ്റാമെന്ന്. ഇപ്പം ഈ ഇടയ്ക്ക് അങ്ങനെ നിർത്തിക്കൊണ്ട് പിച്ചാത്തിയൊക്കെ എടുപ്പിച്ച് അതിന് കുത്താൻ. എന്നിട്ട് മുളക് വെള്ളം കലക്കി ഇവിടെ വെച്ചേക്കും കുപ്പിക്കകത്ത് കലക്കി വെച്ചിട്ട് എൻ്റെ മേത്ത് ഒഴിച്ചിട്ടാണ് കുത്തറ സാബയെ കുത്തറ എന്ന് പറയുന്നത്. പിച്ചാത്തി എടുത്ത് കൊടുത്തിട്ട് 2 തൊട്ട് അതിൻ്റെ കുത്താനായിട്ട് വന്നു ആങ്ങളെ. ഇദ്ദേഹത്തിന് ഇതൊന്നും പറയാൻ അടുക്കാട്ട് അറിയത്തില്ല. അങ്ങനെ ആരോടൊരു വഴക്കിനോ പയ്യാവലിക്കൊന്നും പോകുന്ന ഒരു പാർട്ടിയല്ല ഇയാള്. കാരണം ഭാര്യ മോളെ എന്ന് പറഞ്ഞ് ജീവിച്ചു കിടന്ന ഒരു മനുഷ്യന് മിത്രങ്ങളും ഞങ്ങളുടെ ഒരിക്കലൊന്നും വരിക പോയി ഒന്നും ചെയ്യത്തില്ലായിരുന്നു. എന്നിട്ട് പറയുന്നത് നമ്മൾ വെള്ളം അടിച്ചുകൊണ്ട് നടക്കുവാണെന്ന്. കാരണം പുള്ളിയുടെ സംസാരത്തിലെന്ന് വെച്ചാല് ഈ സ്ട്രോക്കൊക്കെ വന്നതിന് ശേഷം ഇച്ചിരി ഉഴപ്പിയുള്ള സംസാരമാണ്. ആ ഉഴപ്പിയുള്ള സംസാരത്തിന് ഇവര് പറയുന്ന ഇയാള് വെള്ളം അടിച്ചിട്ട് വന്നു കിടന്നായി സംസാരിക്കുന്നത്. അത് ഇവർക്കറിയാം. ഇവരെന്ന് വെച്ചാൽ മനഃപൂർവ്വം ഇയാളെ ആക്ഷേപിക്കും. കാരണം ഇവിടുന്ന് ഇറങ്ങി പോണം അയാള്. എന്ത് കാരണങ്ങളായിക്കോട്ടെ, അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ എന്ത് കാരണങ്ങളായാൽ തന്നെയും ഒരിക്കലും അദ്ദേഹത്തെ പുറത്തു കിടത്താൻ പാടില്ല. ഈ കാണിച്ചിരിക്കുന്ന സത്യത്തിൽ അനീതിയാണ്. ഇപ്പോൾ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കുറേ കൊള്ളക്കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ കർശനമായി ഇടപെട്ട് ഇനി ഏതെല്ലാം കേസുകൾ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒട്ടനവധി കേസുകൾ കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാണ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ കേസുകളൊന്നും ഒരു പ്രശ്നമല്ല. നിരവധി കേസുകൾ നിലവിലുണ്ട്. അച്ഛനെയും അമ്മയും നോക്കാത്ത മക്കളെ കോടതിയിൽ ഹാജരാക്കി കേസുകളൊക്കെ നടത്തുന്ന ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത് ഒരു പ്രവാസിയായ ഈ മനുഷ്യന് ശിഷ്ടജീവിതം. ഇദ്ദേഹത്തിന് 3 സ്ട്രോക്ക് വന്നു, 3 ആൻജിയോഗ്രാം കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന് ഇനി ഒരടവ് കൂടിയുണ്ട്.
ഇദ്ദേഹത്തിന് ഒരു ഭക്ഷണം കൊടുക്കാൻ മറ്റു പലയിടത്തു നിന്നും വാങ്ങിക്കഴിക്കുന്ന അവസ്ഥ. 30-31 വർഷക്കാലം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മനുഷ്യനെന്ന നിലയിൽ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടുന്ന ഒരു സംവിധാനം കൂടി ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തകർ ആവശ്യം. ഇതാ ആ അച്ഛന് വേണ്ടി കൂടിയ നാട്ടുകാരാണ് അതൊക്കെ. വീട് തല്ലിപ്പൊളിച്ചതിനകത്ത് കയറാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം അതിനു വേണ്ടി തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഓർഡർ ഉണ്ടായിപ്പോയി ആ സ്ത്രീക്ക്. അവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയ ഓർഡർ എത്രയും പെട്ടെന്ന് ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്ത് ഇത് തുറന്നിട്ട് അദ്ദേഹത്തിനെ തിരിച്ച് കയറ്റാൻ വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.